എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഗാർഡനിലാണ്. നമ്മുടെ കൂടെ നിന്നുള്ളത് പ്രൊഫസർ നൗഷാദ് സാറാണ്, ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ. ഇപ്പോൾ ഈ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ സംശയങ്ങളും ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഗാന്ധിയൻ സ്റ്റഡീസ് എന്നീ കോഴ്സുകളെക്കുറിച്ചുള്ള പ്രത്യേകതകളുമൊക്കെ നമുക്ക് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ വെൽക്കം ചെയ്യാം. ഈ ഒരു യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അവിടെ സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ എന്താണ് ഈ ഒരു കോഴ്സിനെയും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഈ ഡിപ്പാർട്ട്മെൻറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാണ്. ഈ സർവകലാശാല തന്നെ ഗാന്ധിയുടെ പേരിലുള്ള സർവകലാശാലയാണ്. തീർച്ചയായിട്ടും ഗാന്ധിയെ പറ്റി പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ച ഒന്നാണ്. പ്രധാനമായിട്ടും ഇൻ്റർ ഡിസിപ്ലിനറി ആയ വിഷയങ്ങൾ ആദ്യകാലം തന്നെ ഓഫർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് NEP എല്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനം ഇൻ്റർ ഡിസിപ്ലിനറി സമീപനമാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിലിപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ ഒരു കോഴ്സിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഒന്ന്, ഈ MA ഗാന്ധിയൻ സ്റ്റഡീസ് ഓഫർ ചെയ്യുന്ന കേരളത്തിലെ ഏക ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധിയുടെ ആശയങ്ങളും അതിനുശേഷം ഗാന്ധിയുടെ തത്വങ്ങളെ പിൻപറ്റിക്കൊണ്ടുണ്ടായിട്ടുള്ള പിന്നീട് പല ചിന്തകരുടെ എല്ലാം ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നത്. അത് ഗാന്ധിസത്തിൻ്റെ സമകാലീന റെലവൻസ് പ്രധാനമായിട്ടും നമ്മൾ ഊന്നിക്കൊണ്ടാണ് ഇത് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിസത്തിൻ്റെ പ്രസക്തി അവസാനിച്ചിട്ടില്ല. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കുള്ള പ്രസക്തി വർദ്ധിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ തത്വചിന്ത, ഗാന്ധിയൻ എക്കണോമിക്സ്, ഗാന്ധിയൻ സോഷ്യലിസം തുടങ്ങി ഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മേഖലകളെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗാന്ധിയൻ സ്റ്റഡീസ് MA ഓഫർ ചെയ്യുന്നത്. ഗാന്ധിയൻ ആശയങ്ങൾ നിലവിലും പ്രസക്തമാണ്. അതുകൊണ്ട് ഈ ഒരു കോഴ്സിനും അതിൻ്റേതായ പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഗാന്ധിയൻ ആശയങ്ങൾക്ക് കൂടെ തന്നെ സമകാലീനമായിട്ടുള്ള മറ്റ് ആശയങ്ങളെപ്പറ്റിയും താരതമ്യ പഠനങ്ങളും വ്യത്യസ്ത വിമർശന പഠനങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ അതിൽ വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ. അപ്പോൾ ഇവിടെയുള്ള 2 കോഴ്സുകളാണ് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നത്, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും ഗാന്ധിയൻ സ്റ്റഡീസും. അപ്പോൾ ഇതിൽ ഈ ഒരു കോഴ്സുകൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? അത് തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. ഈ ഗാന്ധിയൻ സ്റ്റഡീസ് വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന്, ആദ്യത്തെ അതിൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ടീച്ചിങ് ജോലിയാണ്. കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗാന്ധിയൻ സ്റ്റഡീസ്. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഗാന്ധിയൻ സ്റ്റഡീസിലെ അധ്യാപകരാവുക എന്നതാണ് ഒരു ജോലി സാധ്യത. മറ്റൊരു ജോലി സാധ്യത ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ്, ഡീസെൻട്രലൈസേഷൻ, ലോക്കൽ ഗവേണൻസ്, ഈ മേഖലയിലെല്ലാമുള്ള പുതിയ പദ്ധതികളിൽ, പുതിയ പ്രോജക്റ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് നല്ല തൊഴിലവസരമുണ്ട്. കൂടാതെ മറ്റ് NGOകളിൽ NGO മാനേജ്മെൻറ്റ് തുടങ്ങിയ സോഷ്യൽ വർക്ക്, ഇപ്പോൾ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ പോലും കുട്ടികൾക്ക് സോഷ്യൽ വർക്ക് പോലെയുള്ള മേഖലകളിൽ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് MA ഗാന്ധിയൻ സ്റ്റഡീസ്. ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിനെ സംബന്ധിച്ച് MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളാണുള്ളത്. MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് MA എക്കണോമിക്സിന് ഈക്വലൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ MA എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ള എല്ലാ തൊഴിൽ സാധ്യതകളും MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കുട്ടിക്കുണ്ട്. പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിൽ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെയുള്ള സാധ്യത എക്കണോമിക്സിന് തുല്യമായിട്ട് ഈ മേഖലയ്ക്കുണ്ട്. കൂടാതെ ഇതൊരു അപ്ലൈഡ് എക്കണോമിക്സ് എന്ന തരത്തിൽ ലോകത്ത് ഇപ്പോൾ വേൾഡ് ബാങ്ക് അടക്കമുള്ള
അതേപോലെ ഇൻ്റർനാഷണൽ മറ്റ് ഏജൻസികളിലെല്ലാം തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. കൂടാതെ ബാങ്കിങ്, ഫൈനാൻസ്, ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ, നേരത്തെ പറഞ്ഞ റൂറൽ ഡെവലപ്മെൻറ്റ് പോലെയുള്ള ഗാന്ധിയൻ സ്റ്റഡീസ് റിലേറ്റഡ് മേഖലകളിലെല്ലാം NGOകളിൽ ഇതിനെല്ലാം തൊഴിൽ സാധ്യതയുള്ള വളരെ ഉയർന്ന സ്കോപ്പുള്ള ഒരു പ്രോഗ്രാമാണ് MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. അപ്പോൾ ജോലി സാധ്യതകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നെറ്റ്, PhD അല്ലെങ്കിൽ പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് താല്പര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഈ ഒരു സിലബസ്, ഈ 2 കോഴ്സുകളുടെയും സിലബസ് പര്യാപ്തമാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ നിരവധി കുട്ടികൾ ഈ MA ഗാന്ധിയൻ സ്റ്റഡീസും MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും കഴിഞ്ഞതിന് ശേഷം അധ്യാപകരാകുന്നു. അതിന് സെറ്റ്, നെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകളൊക്കെ പാസ്സാവുന്നു. ഈ നെറ്റിൻ്റെയും സെറ്റിൻ്റെയും ഒക്കെ സിലബസിന് അനുസൃതമായിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സിലബസും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കുട്ടികൾക്ക്, നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉയർന്ന ജോലി സാധ്യതയും ഗവേഷണത്തിലേക്കുള്ള പ്രവേശനവും ലഭ്യമാകും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 8 ഫാക്കൽറ്റി മെമ്പേഴ്സും ഏകദേശം 50ഓളം ഗവേഷക വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവേഷണ സാധ്യത, നെറ്റ്, JRF തുടങ്ങിയ അത് ക്വാളിഫൈ ചെയ്ത് ഗവേഷണ സാധ്യതയും ഈ 2 MA പ്രോഗ്രാമുകൾക്കും ഉണ്ട്. മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ ടിസ് പോലെയുള്ള അതേപോലെ IITകളിൽ ഒക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട PG വിഷയവും ഗവേഷണ വിഷയവുമാണ്. അവിടേക്കെല്ലാം നമ്മുടെ കുട്ടികൾക്കുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു എന്നതുകൂടി ഈ 2 MA പ്രോഗ്രാമുകളുടെയും പ്രത്യേകതയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ മറ്റുള്ള അഫിലിയേറ്റഡ് കോളേജസ് പോലെ അല്ലല്ലോ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്? യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ക്യാമ്പസിലാണല്ലോ ഈ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ സെൻട്രൽ ഫെസിലിറ്റീസ് എല്ലാം കുട്ടികൾക്ക് ലഭ്യമാകുന്നു. ഹോസ്റ്റൽ, നമുക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം പുസ്തകങ്ങളുള്ള ലൈബ്രറി, യഥേഷ്ടം ജേർണലുകൾ, 24 hours വൈഫൈ ഫെസിലിറ്റിയുള്ള ക്യാമ്പസ് തുടങ്ങിയ സെൻട്രൽ ഫെസിലിറ്റികളെല്ലാം കുട്ടികൾക്ക് ഈ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ലഭ്യമാകുന്നു. കൂടാതെ നമുക്ക് നാഷണൽ കോട്ടയിലല്ലാതെ നമ്മുടെ സ്റ്റേറ്റ് കോട്ടയിൽ നിന്ന് മാത്രമായിട്ട് 12 വീതം സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കോറായിട്ടുള്ള പ്രോഗ്രാമിൽ നമ്മൾ 12 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ നൽകിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അഫിലിയേറ്റഡ് കോളേജുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ നിരന്തരമായിട്ടുള്ള സെമിനാറുകളും കോൺഫറൻസുകളും ഒക്കെ സംഘടിപ്പിക്കുന്നത് വഴി കുട്ടികൾക്ക് വലിയ എക്സ്പോഷറാണ് ഇതുവഴി കിട്ടുന്നത്. അപ്പോൾ ഇനി പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും 45% മാർക്കുണ്ടെങ്കിൽ ഇതിലേക്ക് കടന്നു വരാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം, അവർ തീർച്ചയായിട്ടും ഈ മേഖലകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലും താല്പര്യമുള്ള കുട്ടികൾക്ക് ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വരുന്ന എൻട്രൻസ് പരീക്ഷ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും എഴുതുകയും മിടുക്കരായിട്ടുള്ള എല്ലാവർക്കും നമുക്ക് പ്രവേശനം നൽകാവുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊതുവെ നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകളോ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇത്തരത്തിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കുന്നത് കാണാറില്ല. പക്ഷേ ഗാന്ധിയൻ സ്റ്റഡീസ്, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് കോർപ്പറേറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ എന്താണ്? ഇത് ഒരു ഗവൺമെൻറ് ഫീസിൽ മാത്രം അഡ്മിഷൻ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. വളരെ ചെറിയ ഫീസിൽ മാത്രം, ചെറിയ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് ഈ അഡ്മിഷൻ കുട്ടികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾ ഇങ്ങോട്ട് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ അത് കുറേ അധികം കുട്ടികൾ ഇതിന് അപേക്ഷകരായിട്ട് വരികയും ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഗുണം, മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണം ലഭ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ കോഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന്, സംശയങ്ങൾ നിവാരണം ചെയ്തു തന്നതിന് നന്ദി. ഓക്കെ, താങ്ക് യു.